എന്റെ യൂണിഫോം എന്തേടോ? സാർ, എന്റെ യൂണിഫോം നാടകക്കാർക്ക് വാടക കൊടുത്ത്. സർക്കാർ യൂണിഫോമാണോ വാടക കൊടുക്കുന്നത്? അഥവാ വാടകയ്ക്ക് കൊടുത്താൽ എന്നോടൊരു വാക്ക് പറയണ്ടേ? അതെന്താ സാറേ? ഞാനും കൊടുക്കൂല, എനിക്കും 10 കാശ് കിട്ടൂല്ലോ. എടോ, പീഡന കേസിൽ ഒരു പ്രതിയെ പോലും നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരുത്തിനെ തപ്പി എടുക്കണം. ആ എടോ, താൻ എവിടെ അല്ലെങ്കിൽ നമ്മുടെ തൊപ്പി തെറിക്കുവാടോ. അതിന് ഞാൻ എന്ത് ചെയ്യും സാറേ? എവിടെന്നെങ്കിലും ഒരുത്തിനെ തപ്പിക്കൊണ്ടു അല്ല സിനിമ കഴിഞ്ഞ് പോകണം. അവനെ പിടിച്ച് കേസ് നമുക്ക് അവന്റെ തലയിൽ വെക്കാം. മറ്റേ നയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. സമയങ്ങളായിട്ട് ഇങ്ങോട്ട് കേട്ടോ. ഞാൻ ഇപ്പൊ വിളിച്ചോട്ടെ സാറേ. കേട്ടോ, എന്റെ കയ്യൊക്കെ തരിച്ചിട്ട് പാടില്ല. ഇന്ന് അവനെ എന്റെ അടുത്ത് കളിയാണോ? സകലായിട്ട് തടവും കഴിഞ്ഞ ഏത് കാലം വെച്ചാടാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന? ശ്രീരാമശ്രീ വന്നേക്കാടാ പോലീസ് സ്റ്റേഷനിൽ. പൊന്നു സാറേ, ഇടത് കാലം വെച്ചാ വന്നത്. മുടിപ്പിക്കാൻ വന്നേക്കാടാ പോലീസ് സ്റ്റേഷൻ. എന്റെ പൊന്നു സാറേ, 2 കാലം തൊടാതെ മുതുക്കൻ സാറെന്നെ പൊക്കിക്കൊണ്ടാ പോകുന്നത്. അതാണ് യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച? ഒരാൾക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. അപ്പൊ നീ അല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലേ? അല്ല സാറേ. അല്ലടാ. അല്ല. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച? അല്ല സാറേ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമടാ? ഇല്ല. ഞാൻ ആരാണെന്ന് അറിയാൻ പാടില്ല. എടാ, മിന്നൽ പ്രഭാകരൻ എന്ന് കേട്ടാൽ ഈ സ്റ്റേഷൻ നിർത്തി ഞാൻ കിടക്കണ്ട, ഞാൻ കിടക്കോളാം കേട്ടാ. കിടാന്ന് പറക്കും. എന്താണ് നിന്റെ പേര്? എന്റെ പേരോ? ഇടിവെട്ട് പരമു. പരമു എന്തോ മോനല്ലേ പെൺകുട്ടിയെ പീഡിപ്പിച്ചേ? സാറേ, മര്യാദക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു. നീ അല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലേ? ഇവന്റെ ഫുൾ അഡ്രസ് എഴുതി എടുക്ക്. ഓക്കെ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ധൃതരാഷ്ട്ര. എഴുതിക്കും. എന്താണ്? പേനെടുത്താ? എടുത്ത് തെറ്റിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞ കേട്ടിട്ട് എഴുത്. ധൃതരാഷ്ട്ര. എന്നതാണ് നിന്റെ അച്ഛന്റെ പേര്? ധൃതരാഷ്ട്ര. അങ്ങനെ തെളിച്ചു പറ. ഇപ്പോഴല്ലേ മനസ്സിലായത്? കറക്റ്റ് ആയിട്ട് എഴുതോ. നോക്കട്ടെ. നീ പോലീസുകാരന് പണി ഉണ്ടാക്കും. എഴുതോടോ. അച്ഛൻ. അത് മതി സാർ. പേര് വേണ്ടേ? പേര് വേണ്ട, നേരം മതി. നിന്റെ ചേട്ടന്റെ പേരെന്താടാ? ചേട്ടന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ. അത് എളുപ്പമുള്ളതാ, കറക്റ്റ് ആയിട്ട് എഴുതി. കല്ല് വെച്ചെറിഞ്ഞു സാറേ. കല്ല് വെച്ചെറിഞ്ഞതല്ലടാ. പിന്നെ നിന്റെ ഒടുക്കത്തെ പേര് പറഞ്ഞ എന്റെ അണപ്പല്ല് തെറിച്ചു വന്നു കൊണ്ടതാണ്. നീ പോലീസുകാരുടെ പണി ഉണ്ടാക്കും. നിന്റെ ചേട്ടന്റെ പേര് ഒന്നില്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ സണ്ണി. ബാബു. നിന്റെ അമ്മയുടെ പേരെന്താടാ? അമ്മയുടെ പേര് മൃണാൾ. നിനക്ക് അമ്മയില്ല. എന്റെ അടുത്ത പല്ല് തെറിക്കും. യു ഹാവ് നോ മദർ ഇൻ ദ സിറ്റി ഓഫ് അമേരിക്ക, USA, കാനഡ. ഓക്കെ, നിനക്ക് അമ്മയില്ല. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച? മര്യാദ സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ ഏറ്റു പറഞ്ഞാൽ നിന്നെ കേസിൽ ഞാൻ വിട്ടയക്കാം. സാറ് പറയും പോലെ ഏറ്റു പറഞ്ഞ വിട്ടയക്കോ? ഞാൻ ഈ പറയും പോലെ നീ പറഞ്ഞാൽ പറയാം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങോട്ട് മാറില്ലടാ. ഇങ്ങോട്ട് മാറാ. ശവം കുളിക്കൂല. എന്തിനു കഴിപ്പ? എന്റെ ദൈവമേ, എന്തോരം സോപ്പറം കണ്ടു. ഒന്ന് കുളിച്ചിട്ട് വരാൻ പാടില്ലടോ. എടാ മോനെ, നിനക്ക് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായില്ല. ഇല്ല. എടാ, ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ കോടതിയിലേറ്റ് പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി വിട്ടേക്കാം. സാറ് പറയുമ്പോൾ കോടതിയിലേറ്റ് പറഞ്ഞ എന്നെ സാപ്പ് നാക്കും പഠിക്കില്ല. സാക്ഷിയാക്കി വിടുവോ? വിടാ. പറയാം. ശ്രദ്ധിച്ചു. ഞാൻ 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു വിളിച്ചു. കഴിയട്ടാ, നിനക്ക് പഴംപൊരി ഞാൻ മേടിച്ചു തരുവാടാ. നീ ശ്രദ്ധിച്ചു കേട്ടോ. സമയം രാത്രി 12 മണി. 12 മണിക്ക് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ഞാൻ 1 മണിക്ക് വരെ ഇറങ്ങും. സമയം രാത്രി 12 മണി. ഏത് പാർട്ടിയുടെ വാൾ പോസ്റ്റാണ് നീ വലിച്ചൊട്ടിക്കണം? ഏത് പാർട്ടിക്കാരന്റെ വാൾ പോസ്റ്റാണ് നീ വലിച്ചൊട്ടിക്കണം? നീ ആക്ഷൻ കാണിക്കണ്ട, പറഞ്ഞാ മതി കേട്ടാ. സമയം രാത്രി 12 മണി. സമയം രാത്രി 12 മണി. സിനിമ കഴിഞ്ഞ് വരികയായിരുന്നു. ഞാൻ സിനിമയ്ക്ക് പോയില്ല. ഞാൻ സിനിമ കഴിഞ്ഞ് വന്നു. അതാ ഒരു കൂറ്റം മതി. കൂട്ടാലടാ, കൂറ്റൻ. അതാ ഒരു കൂറ്റം മതി. ഉള്ളിൽ പരിഭ്രമം മൂത്തു. പരിപ്പോട മുക്ക നീ എന്താടാ? പാമോയിലാടാ. ഇങ്ങോട്ട് മാറ. എന്നെ വലിച്ചോണ്ട് പോലെ എനിക്ക്
എടാ പരിഭ്രമം മൂത്ത് പറയടാ. ഉള്ളിൽ പരിഭ്രമം. നിനക്ക് ആ ബായാണ് പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. ചാള എന്നുള്ളതിന്റെ ബാ, ചാളയുടെ ബാ കറക്റ്റ് ആണ്. ചാളയുടെ എടാ പാല് എന്ന് പറയില്ലേ, അതിന്റെ ബാ പറയടാ. എന്റെ ഉള്ളിൽ പരിഭ്രമം മൂത്തു. അത് മതി. വലിയ മതിൽ ചാടിക്കടന്നു. ഗേറ്റില്ലേ? മതിൽ. എന്റെ കാലടിയും വലിയ മതിൽ ഊർന്നിറങ്ങി. മതി. വരാന്തയിലേക്ക് മുട്ടുകുത്തി നീങ്ങി. നടന്നു പോ സാറേ. മുട്ടുകുത്തി പോടാ. പോയി. ഒരു പൊതി കണ്ടു. ഒരു കൊതി കണ്ടു. ഒറ്റ കൊതിയാമച്ചെന്നുണ്ടല്ലോ. പൊതി കാണടാ. പൊതി. ഒറ്റ അടിയം ഒരു പൊതി കണ്ടു. തുറന്നു നോക്കി. 3/4 കിലോ തക്കാളി. 3/4 മുക്കാളി. തെറ്റിച്ച് കൊല്ലി ഞാൻ. എടാ 3/4 കിലോ തക്കാളി. 3/4 മുക്കാളി. എടാ വൃത്തികെട്ടവനെ ഞാൻ പറയണ ശ്രദ്ധിച്ചിട്ട് നീ പറ. 3/4 കിലോ തക്കാളി. 3/4 മുക്കാളി. എടാ 3/4 കിലോ മുക്കാളി. 3/4 കിലോ തക്കാളി. തക്കാളി മൈൻഡ് ചെയ്യാതെ നീ അപ്പുറത്തേക്ക് പോയി. തക്കാളി തിന്നണ്ടേ? തക്കാളി നിന്ന കൊന്നുകളി. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വിലക്ക് വാങ്ങിയ തക്കാളിയാണ്. വാതിലിന്റെ സമീപത്തേക്ക് നടന്നു. വാതിൽ കണ്ടു. നിനക്ക് ആക്രാന്തം മൂത്തു. എനിക്കാർക്കാണ്ട് മൂത്തു. ആർക്കാണ് മൂത്തേക്കണ? എന്നെ വലിക്കല്ലടാ. ആക്രാന്തം മൂത്ത് പറയടാ. എനിക്കാർക്കാണ്ട മൂത്രം. മൂത്രോ? നിന്നെ ആ മൂത്രം കുടിപ്പിക്കും. മാറ. എടാ നിനക്ക് ആ ക്രായാണ് പ്രശ്നം. അതെ. ഭൂമി എന്നുള്ളതിന്റെ ക്ര. ഭൂമിയുടെ ഭൂമിയുടെ ക്ര. തവള എന്ന് കേട്ടിട്ടുണ്ടാ? ആ തവളയുടെ ക്ര. എനിക്ക് ആ സാധനം മൂത്തു. വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കടന്നു. ഒരു മുറി കണ്ടു. വീണ്ടും നിനക്ക് ആക്രാന്തം മൂത്തു. അയ്യോ നോക്കടാ, വീണ്ടും എനിക്ക് ആ സാധനം മൂത്തു. മുറിയുടെ വലതു ഭാഗത്തേക്ക് നടന്നു. മുറിയുടെ അടുത്ത ഭാഗം നടന്നു. ഒരു വനിത കിടക്കുന്നു. ആര് കിടക്കുന്നു? ഒരു വനിത കിടക്കുന്നു. നീ എന്ത് ചെയ്യും? ഞാൻ പതിയെ പുറകോട്ട് പോയിട്ട് വെരി ഗുഡ് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് എന്റെ 2 കൈ കൊണ്ട് വനിത ഇങ്ങനെ പൊക്കി എടുത്തിട്ട് മറിച്ച് എന്റെ പാചകരംഗം വായിക്കും. എടാ പീഡന കേസിലകപ്പെട്ട പെൺകുട്ടി കിടക്കുന്നു. നീ എന്ത് ചെയ്യടാ? അയ്യോ അതവിടെയും കിടക്കട്ടെ സാറേ. എന്റെ ഫ്ലൈങ് സ്ക്വാഡ് മുത്തപ്പ, നിനക്ക് 3ാമതും ആക്രാന്തം മൂത്തു. എന്തിനാ സാറേ ഈ സാധനം ഇങ്ങനെ ഇട്ട് പൂപ്പിക്കുന്നത്? ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഞാനാണ്. ആഹാ സാറായിരുന്ന